Science proves anyone can fall in love with you. Can you make someone fall in love with you? ശാസ്ത്രം പറയുന്നത് അതെന്നാണ്. പ്രണയം എന്നത് വളരെ സുന്ദരമായൊരു ഫീലിംഗ് ആണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരുടെങ്കിലും പ്രണയം തോന്നാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ഈ ഒരു ഫീലിംഗിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുമോ? മാത്രമല്ല, മറ്റൊരാളുടെ ഫീലിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതായത് ഏതെങ്കിലും മനഃശാസ്ത്രപരമായ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ക്രഷിനെ നിങ്ങളിൽ പ്രണയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അതെ, തീർച്ചയായും സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇഷ്ടത്തിന്റെ ചെറിയൊരു അംശമെങ്കിലും ഒരാൾക്ക് നിങ്ങളോടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഫീലിംഗിനെ എങ്ങനെ ആഴത്തിലുള്ള പ്രണയമായി മാറ്റിയെടുക്കാൻ പറ്റും എന്നതിന്റെ സീക്രട്ടുകളാണ്. 7. ഡോണ്ട് ഓർഡർ ഐസ്ക്രീം ഓൺ ദ ഫസ്റ്റ് ഡേറ്റ്. ആദ്യത്തെ ഡേറ്റിൽ ഐസ്ക്രീം ഓർഡർ ചെയ്തെന്നോ? എന്തുകൊണ്ട്? ഇതിനു പുറകിൽ വളരെ ലോജിക്കായ ഒരു കാരണമുണ്ട്. യേൽ സർവകലാശാലയിലെ പ്രശസ്ത സാമൂഹിക മനഃശാസ്ത്രജ്ഞനായ ജോൺ ബർഗ് ദ റൂൾ ഓഫ് അൺകോൺഷ്യസ് പ്രോസസിംഗ് ഓൺ സോഷ്യൽ ബിഹേവിയർ എന്ന വിഷയത്തിന് മേലെ ഒരു പഠനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരാളുടെ മാനസികാവസ്ഥയും ശരീരത്തിന്റെ താപനിലയ്ക്കും വളരെ അടുത്ത ബന്ധമുണ്ടെന്ന കാര്യമായിരുന്നു. നമ്മുടെ ശരീരം തണുപ്പുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് അത്ര നന്നായി പെരുമാറാറില്ല എന്നൊരു കാര്യം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതിനാൽ നിങ്ങൾ ആദ്യമായി ഡേറ്റിങ്ങിന് പോകുമ്പോൾ ചൂടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ഓർഡർ ചെയ്യാനായി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ അതുവഴി സാധിക്കും. ഇത് ഡേറ്റിങ്ങിന് മാത്രമല്ല ബാധകം കേട്ടോ. നിങ്ങളൊരു ബിസിനസ് മീറ്റിംഗിന് പോവുകയാണെങ്കിലും ആദ്യമായുള്ള മീറ്റിംഗ് ആണെങ്കിൽ അതിൽ ചൂടുള്ള ഭക്ഷണങ്ങളോ പാനീയങ്ങളോ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഉപകാരം ചെയ്തേക്കാം. 6. നോ ദ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റെൻഡഡ് ഐ കോണ്ടാക്ട്. ദീർഘനേരം തന്റെ പങ്കാളിയുടെ കണ്ണിൽ നോക്കിയിരിക്കുന്നത് അവരുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു അഭിപ്രായത്തെ ശാസ്ത്രവും പിന്തുണയ്ക്കുന്നുണ്ട്. അമേരിക്കയിലെ പ്രശസ്തമായ ഹാർവാർഡ് സർവകലാശാലയിലെ മനഃശാസ്ത്രജ്ഞനായ സിഗ് റൂബിൻ മെഷർമെന്റ് ഓഫ് റൊമാൻറ്റിക് ലവ് എന്ന വിഷയത്തിൽ ഒരു പഠനം നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും പ്രണയത്തെ അളക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തത്. അവസാനം അദ്ദേഹം അതിന്റെ ഉത്തരമായി കണ്ടെത്തിയത് ഒരാളുടെ പ്രണയം അവരുടെ കണ്ണുകളിലൂടെ അളക്കാൻ പറ്റും എന്നായിരുന്നു. പ്രത്യേകിച്ചും ഒരാൾ തന്റെ പങ്കാളിയുടെ കണ്ണിൽ നോക്കുന്നതിന്റെ തീവ്രത, ഫ്രീക്വൻസി തുടങ്ങിയവ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡീപ്പ് ലവിലുള്ള പങ്കാളികൾ തങ്ങളുടെ സംഭാഷണങ്ങളിൽ 75% സമയവും പങ്കാളിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുക എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതേസമയം സാധാരണയായി രണ്ടാളുകൾ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ 30 മുതൽ 40% സമയം വരെ മാത്രമേ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുകയുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കണ്ണിൽ നോക്കുന്നത് രണ്ടാളുകൾ പ്രണയത്തിലാകുമ്പോൾ മാത്രമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളോട് എപ്പോഴും കണ്ണിൽ നോക്കി സംസാരിച്ചാൽ ആ ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്കായി പ്രണയം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ അവരുടെ കണ്ണിൽ എപ്പോഴും നോക്കിയിരിക്കുമ്പോൾ അവരുടെ മനസ്സിനെ ട്രിക്ക് ചെയ്യുവാനും നിങ്ങൾക്കായി അവരുടെ മനസ്സിൽ ഒരു റൊമാൻറ്റിക് ഫീൽ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. ഇങ്ങനെ കണ്ണിൽ കണ്ണും നട്ട് നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഫെനലാത്തലമിനെ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി വയറ്റിൽ കുളിര് തോന്നുക, കൈപ്പത്തി വാമാകുക, ഹൃദയമിടിപ്പ് കൂടുക തുടങ്ങിയ നമ്മൾ പ്രണയത്തിലാകുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാത്തരം സെൻസേഷൻസും നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ക്രഷിനെ കാണുമ്പോൾ തല വെട്ടിക്കാതെ അവരുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കാൻ ശ്രമിക്കുക. ആർക്കറിയാം, നാളെ നിങ്ങൾ ഒരുമിച്ചാലോ? അതിനുള്ള തുടക്കമായാലോ ഈ ഐ കോണ്ടാക്ട്. 5. ഡോണ്ട് ഡു എനിത്തിങ്, ലെറ്റ് ദം ഡു സംതിങ് ഫോർ യു. 5 സ്റ്റാറിന്റെ പരസ്യത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോഴോ അവർക്കായി എന്തെങ്കിലും ചെയ്യുമ്പോഴോ ആ ആൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ്സ് ആണ് ഉണ്ടാകുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമ്പോൾ ആ വ്യക്തിയോടുള്ള നമ്മുടെ മനസ്സിലുള്ള ഫീലിംഗും അതുപോലെ തന്നെ മാറാൻ തുടങ്ങും, കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്യും. ഇതെപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. നമുക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുമ്പോൾ നമുക്ക് അവരോട് തോന്നുക എപ്പോഴും പോസിറ്റീവായി ഫീലിംഗ് മാത്രമായിരിക്കില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് അതൊരു കടം പോലെ തോന്നുകയും നമ്മൾ അവർക്ക് വേണ്ടി അതുപോലെ തന്നെ എന്തെങ്കിലും തിരിച്ചു ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് കൂടി ഉണ്ടാകാറുണ്ട്. ഇത് വെറുതെ നമ്മൾ സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് മാത്രമല്ല, ഇത് ശരിക്കും മനഃശാസ്ത്രപരമായ തിയറി കൂടിയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ദ ബെൻ ഫ്രാങ്ക്ലിൻ എഫക്റ്റ്. അതിനാൽ ചിലപ്പോഴൊക്കെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് വളരെ നല്ലതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിൽക്കേണ്ടത് എന്ന് ബുദ്ധിപരമായി ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. 4. മേക്കപ്പ് എ സീക്രട്ട് ലാംഗ്വേജ് ജസ്റ്റ് ഫോർ 2 of you. നിങ്ങൾ രണ്ടുപേരെ എന്തൊക്കെ കാര്യങ്ങൾക്ക് കൊണ്ടാണ് അടുപ്പിക്കാൻ സാധിക്കുക എന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുണ്ടായിരിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങൾ രണ്ടുപേർക്കും മാത്രം മനസ്സിലാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു തമാശ എന്നിവ കണ്ടെത്തുക. നിങ്ങൾക്ക് കോമണായി ഇഷ്ടമുള്ള ഒരു സിനിമ, ഒരു കോമഡി സീൻ, ഒരു പാട്ട് അല്ലെങ്കിൽ മെയിം എന്നിവ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക.
അത്തരത്തിൽ നിങ്ങൾ രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു തമാശ ആദ്യമായി നിങ്ങൾ ഡേറ്റിംഗിന് വേണ്ടി പുറത്തു പോകുമ്പോൾ ഒരു വളരെ നല്ല ഫൺ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ ബന്ധം മെല്ലെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. കപ്പിൾസ് പേഴ്സണൽ ഇഡിയംസ് എന്ന വിഷയത്തിൽ ടെക്സസ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിലും ആളുകൾക്കിടയിൽ അവർ കോമണായി ഉപയോഗിക്കുന്ന ആക്ഷൻ, വാക്കുകൾ, തമാശ എത്രത്തോളം കൂടുതലാണോ അത്രയ്ക്കും ദൃഢത ആ ബന്ധത്തിനുണ്ടാകുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 3. The size of the pupils matter. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണികളുടെ വലിപ്പം വികസിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. നിങ്ങൾക്ക് ക്രഷ് തോന്നുന്ന ഒരാളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും ഇത് സഹായിക്കും. 1960കളിലും 70കളിലും നടത്തിയ ഒരു പഠനത്തിന്റെ വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരാളുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ വലിപ്പവും അവർക്കിഷ്ടമുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള കഴിവിനെയും കുറിച്ചായിരുന്നു. തിരഞ്ഞെടുത്ത കുറച്ച് ആളുകൾക്ക് ഒരേ സ്ത്രീയുടെ 2 ചിത്രങ്ങൾ അവർ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഈ 2 ചിത്രങ്ങളും കാണാൻ എല്ലാ കാര്യത്തിലും ഒരുപോലെയായിരുന്നു, ഒന്നൊഴികെ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോയിൽ ആ സ്ത്രീയുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ വലിപ്പം കുറച്ച് വലുതായിരുന്നു. കണ്ണിന്റെ കൃഷ്ണമണിയുടെ വലിപ്പം കൂടുതലുണ്ടായിരുന്ന ഫോട്ടോയായിരുന്നു അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. നാച്ചുറലായി വലിയ കൃഷ്ണമണികളില്ലാത്ത ആളുകൾ എന്തു ചെയ്യും? അതിപ്പം വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും കഴിയുമോ എന്നൊരു സംശയം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും അല്ലേ? അതിനുള്ള ഉത്തരം അതേ എന്നാണ്. എന്നാൽ അതിനുള്ള എല്ലാ കണ്ടീഷനുകളും ഒരുപോലെ നിങ്ങൾ പാലിക്കണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു സ്ഥലത്ത് ഡിന്നറിനായി മീറ്റ് ചെയ്യുമ്പോൾ അവിടെ സാധാരണ ലൈറ്റുകൾക്ക് പകരം മെഴുകുതിരികൾ കത്തിക്കാൻ ശ്രമിക്കുക. അതായത് ഡിം ലൈറ്റ് ആയിരിക്കണം. അതുമല്ലെങ്കിൽ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു റെസ്റ്റോറന്റ് നിങ്ങൾക്ക് ഡേറ്റിനായി തിരഞ്ഞെടുക്കാം. 2. Be near them often, but then make them miss you. എല്ലാവർക്കും നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു പങ്കാളിയെ വളരെ ഈസിയായി കണ്ടെത്താനും അവരോട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഫീലിംഗുകളും പങ്കുവയ്ക്കുവാനും എന്നിട്ട് ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതുമായി സ്വപ്നം കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതം ഇങ്ങനെയല്ല. യഥാർത്ഥ ജീവിതത്തിൽ ഒരു പങ്കാളിയെ കണ്ടെത്തി അവരുമായി നല്ല രീതിയിൽ ജീവിതം പങ്കിടാൻ നമ്മൾ ഒരുപാട് ടാറ്റിക്സ് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും ആളുകൾ ഒരുമിച്ച് സമയം പങ്കിടേണ്ടതുണ്ട്. എന്നാൽ അതിനർത്ഥം എന്നും നിങ്ങൾ പുറത്തു പോവുകയും സമയം ചിലവഴിക്കുകയും ചെയ്യണം എന്നല്ല. 3-4 ദിവസം അടുപ്പിച്ച് നിങ്ങൾ കാണുകയോ പുറത്തു പോവുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. നോമാൻലി, പീറ്റർ കെ ജൊനാസൺ എന്നിവർ പബ്ലിഷ് ചെയ്ത മാനിപ്പുലേറ്റിംഗ് വൺസ് പെർസീവ്ഡ് അവൈലബിലിറ്റി ആസ് എ മെയ്റ്റ് എന്ന പഠനത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി ഇല്ലാതാക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നിരിക്കട്ടെ, ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരു പുതിയ മാനം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും. അതല്ല, നിങ്ങളൊരു റിലേഷൻഷിപ്പിലല്ല, പക്ഷേ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പങ്കാളിയാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ അവർ നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട ആളാണ് എന്ന് ഇതുവഴി മനസ്സിലാക്കാൻ സഹായിക്കും. ഈ ലോകത്ത് വളരെ കുറച്ച് വസ്തുക്കളോടാണല്ലോ ആളുകൾക്ക് കൂടുതൽ ഭ്രമമുണ്ടാകുക. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ അവൈലബിലിറ്റി ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ കൂടുതൽ പ്രാധാന്യമുള്ളയാളാക്കാൻ സഹായിക്കും. നിങ്ങൾ ഇതുപോലെ ഒറ്റയ്ക്ക് കുറച്ച് സമയം ചിലവഴിക്കാനായി എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കും. അതിനാൽ ഏതു വഴിയിലൂടെ നോക്കുകയാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഗുണകരമാണ്. 1. Make a positive association. നിങ്ങളിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഒരേ കാര്യം ഒരുപാട് തവണ ഒരാളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ പ്രോഗ്രാം ചെയ്യപ്പെടും എന്ന കാര്യം സത്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആളുകളോട് നിങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളവയാണ്. ശരിയായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ മനസ്സിലുള്ള ഇമേജിനെയാണ് കൂടുതൽ പോസിറ്റീവ് ആക്കുന്നത്. അവരോടൊപ്പം നിങ്ങൾ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ പോലും നിങ്ങൾ അവരോട് മുൻപ് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവർക്ക് മുന്നിൽ നിങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം അവർ ആലോചിക്കുകയും നിങ്ങളില്ലാത്ത സമയങ്ങളിൽ പോലും നിങ്ങളെപ്പറ്റിയുള്ള നല്ല ചിന്തകൾ അവരുടെ മനസ്സിൽ കടന്നുകൂടുകയും ചെയ്യും. നിങ്ങൾക്കൊരു നല്ല ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത പിന്നീട് ലഭിക്കില്ലല്ലോ. അതിനാൽ നിങ്ങൾ സ്വയം എല്ലാ ദിവസവും ഇംപ്രൂവ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് പ്രോമിസ് ചെയ്ത ചില ട്രിക്കുകൾ. നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇഷ്ടത്തിന്റെ ചെറിയൊരു ഫീലിംഗ് എങ്കിലും ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പ്രണയമായി മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരാളോട് തോന്നുന്ന ആ ഫീലിംഗ് മറ്റേയാൾക്കും അതുപോലെ തന്നെ നിങ്ങളോട് തോന്നിയില്ലെങ്കിൽ അത് ലോകത്തിന്റെ അവസാനമൊന്നുമല്ല എന്ന സത്യമാണ്. ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങൾക്ക് ചുറ്റും എവിടെയോ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ശരിയായ ആ വ്യക്തിയെ കണ്ടെത്തുന്നതുവരെ നിങ്ങളുടെ യാത്ര തുടരുക. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടിപ്പിന്റെയും ആവശ്യമുണ്ടാവുകയില്ല.
നിങ്ങൾക്കും ഇതുപോലെ ഒരാളെ നിങ്ങളുമായി പ്രണയത്തിലാക്കാൻ അറിയാവുന്ന എന്തെങ്കിലും ട്രിക്ക് അറിയുമോ? എങ്കിൽ തീർച്ചയായും കമന്റിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.